തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായി ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വടകരയിൽ നടന്നു. വടകര മുനിസിപ്പാലിറ്റി 20, ചോറോട് പഞ്ചായത്ത് 7 ബ്ലോക്ക് ഡിവിഷനിലെ 2 സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത്. ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികകൾ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര മുനിസിപ്പാലിറ്റിയുടെയും ചോറോട് പഞ്ചായത്തിൻ്റെയും NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം BJP ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ വടകരയുള്ള ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ തെളിവുകൾ വടകരയുള്ള ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളല്ലാതെ വടകര മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് കാര്യമായ പദ്ധതികളൊന്നും തന്നെ വടകര മുനിസിപ്പാലിറ്റിയിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വികസനം എന്താണ് എന്നുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരമാകുന്നുണ്ട് എന്നുള്ളത് വടകരയുള്ള ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതിലെടുത്തു പറയേണ്ട ഒരു വികസനമാണ്. റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക നിലവാരത്തിലേക്ക് വരുന്നു. ആളുകൾ പോലും പറയുന്നത് എയർപോർട്ടിനോട് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വടകര റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് പറയുന്നത്. ആ വികസനം സാധ്യമാക്കിയത് നരേന്ദ്രമോദിയാണ്. വടകര ഗവൺമെൻറ് ആശുപത്രി എത്രയോ വർഷമായി വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലുള്ള വടകര ഗവൺമെൻറ് ആശുപത്രിക്ക് 87 കോടിയോളം രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അത്യന്താധുനിക നിലവാരത്തിലുള്ള ബഹുനില കെട്ടിടം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു. നിരവധി ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലാബ് സൗകര്യങ്ങൾ, ഒരു അത്യന്താധുനികമായിട്ടുള്ള ആശുപത്രിക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ ഒരു ഫോട്ടോ പോലും വെക്കാതെ ഉദ്ഘാടനം ചെയ്ത ജൂബിലി കുളം അത് കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു എന്നുള്ളത് വടകരക്കാർക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതിനുള്ള ഒരു നന്ദി വടകരയുടെ മുനിസിപ്പാലിറ്റി അധികൃതർ കാണിച്ചിട്ടില്ല. ആ കുളം അത് MLA ആണ് ഉണ്ടാക്കിയത്, അത് നഗരസഭയാണ് ഉണ്ടാക്കിയത് എന്നുള്ള അവകാശവാദമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നൊരു സാഹചര്യമുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജലജീവൻ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. പക്ഷേ ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ്. ഏകദേശം 6000-ഓളം കോടി രൂപയാണ് ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കൊടുക്കാൻ ബാക്കിയുള്ളത്. ആ പദ്ധതി 6000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാത്തത് കൊണ്ട് കേരളത്തിൽ ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്ര വിഹിതം കൃത്യമായി കിട്ടിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സംസ്ഥാന വിഹിതം കൊടുക്കാത്തത് കൊണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനം അത് മുടങ്ങിക്കിടക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. 2024 തന്നെ പല സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കി. കേരളത്തിൽ ഇന്നേ വരെ അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും മറ്റ് പല സംസ്ഥാനങ്ങളിലും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുമ്പോൾ ഇന്നും കേരളത്തിലെ പ്രായമായ സാധാരണക്കാർ നെട്ടോട്ടം ഓടുകയാണ്. ആ കരാറിൽ സർക്കാർ ഒപ്പുവെക്കാത്തത്, സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കാത്തത് സംസ്ഥാന വിഹിതം നീക്കിവെക്കാനില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. 7 ലക്ഷത്തോളം അപേക്ഷകളാണ് നമ്മുടെ അർബൻ ആവാസ് യോജനയിൽ അപേക്ഷകളുള്ളത് എന്നാണ് കണക്ക്. അർബൻ ആവാസ് യോജനയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. അർബൻ ആവാസ് യോജന കേരളത്തിൽ നിലച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് നീക്കിവെക്കാൻ വിഹിതമില്ല. കേന്ദ്ര വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതികൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമാകേണ്ട കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. ഈ വിഷയമാണ് BJP ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്, NDA ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. രണ്ട് കൈയും നീട്ടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ ഈ വടകരക്കാർക്ക് ലഭ്യമാകണം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഒരു മുടക്കവുമില്ലാതെ ഈ നാട്ടിൽ ലഭ്യമാകണം. ഇവിടെ ഞങ്ങൾക്ക് മെമ്പർമാരുള്ള വാർഡുകളിൽ ഞങ്ങൾ വിജയിച്ച 3 വാർഡുകൾ ഈ വടകര മുനിസിപ്പാലിറ്റിയിലുണ്ട്. വടകര മുനിസിപ്പാലിറ്റിയിൽ കേന്ദ്ര പദ്ധതികളെ നേരിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര MP-മാരുടെയും മന്ത്രിമാരുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള റോഡുകളുടെ നിർമ്മാണം പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്ക് മെമ്പർമാർ പോലും ഇല്ലാത്തൊരു സ്ഥലം, ഞാൻ ഉദാഹരണം പറയാം. അക്ലോത്ത് നട റോഡ്, അക്ലോത്ത് നട കനാൽ റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള റോഡാണ്. പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ആ റോഡൊന്ന് ടാർ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന വാർഡല്ല. ആ റോഡ് 20 ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട PT ഉഷ MP ആ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ വടകരയെ ചേർത്ത് പിടിച്ചത് BJP ആണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് വടകരയിലുണ്ട്. വലിയ മുന്നേറ്റം ഞങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും പ്രഗത്ഭരായ ജനങ്ങളുടെ മനസ്സറിയുന്ന, നാടിനെ നന്നായി അറിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ 20 വാർഡുകളിലുള്ള കാൻഡിഡേറ്റ്സിനെ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞാനത് വായിക്കാം, ഓരോ പേരായിട്ട് വായിക്കാം. ഒന്നാം വാർഡ് BJPയുടെ സിറ്റിംഗ് വാർഡാണ്. ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടു കൂടി ഞങ്ങൾ ആ വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് BJPയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള, ആ വാർഡ് ആദ്യമായിട്ട് നമ്മൾ പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുള്ള ശ്രീ വ്യാസൻ PP ആണ് ഒന്നാം വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. രണ്ടാം വാർഡിൽ ശ്രീ നിതിൻ രാജ് NK, അഞ്ചാം വാർഡ് ശ്രീ ദിവ്യ അജിത്, കയ്യടിക്കാം എല്ലാം കയ്യടിക്കാം. 13-ാം വാർഡ് ശ്രീ ബിജീഷ് A, 14 ശ്രീമതി നിഷ മനീഷ്, നിലവിൽ അവരവിടുത്തെ മെമ്പറാണ്, അവിടെ വീണ്ടും ജനവിധി തേടുകയാണ്. 15-ാം വാർഡ് ശ്രീമതി ബിന്ദു K പതേരി, 16 ശ്രീ വത്സൻ K, 24 ശ്രീ പ്രശാന്ത് NK, 27-ാം ഡിവിഷൻ ശ്രീ ബൈജു VK, 30-ാം വാർഡ് സജിത മണലിൽ, 31 ശുഭപ്രഭ, 32 നിലേഷ് RK, 35 സിന്ധു PK. 35-ാം വാർഡും നമ്മൾ 2 തവണ വിജയിച്ചതാണ്. 3-ാം തവണയും അവിടെ ചരിത്ര വിജയം ആവർത്തിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ജില്ലാ ഉപാധ്യക്ഷ സിന്ധു PK തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. 36 സിജിൻ K, 37 രാഖി K, 38 ജിത്തിന PK, 40 ശ്രീ ശ്രീജൻ, 43 ശ്രീമതി സജിന ടീച്ചർ, 48 ശ്രീ നിജീഷ് TP, 20 ശ്രീ അഖില K. ഇതാണ് ഞങ്ങളുടെ ഒന്നാം ഘട്ട മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി പട്ടിക. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാക്കി മുഴുവൻ വാർഡുകളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഈ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നുണ്ടാകും. ഇതിൻ്റെ കൂടെ തന്നെ വടകരയെ സംഘടനാ മണ്ഡലത്തിൽ തന്നെ പെടുന്നതാണ് ചോറോട് പഞ്ചായത്ത്. അതുകൊണ്ട് ചോറോട് പഞ്ചായത്തിൻ്റെ കൂടി ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ചോറോട് 23 വാർഡുകളിൽ 7 വാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ. 6-ാം വാർഡ് ആശാരി മിത്തൽ രാജീവൻ, 12-ാം വാർഡ് ശ്രീമതി ബിന്ദു, 14 ശ്രീമതി ദിൽഷ, 15 ശ്രീമതി അനഘ, 16 ശ്രീമതി ദിവ്യ, 17 ശ്രീ മനോജൻ കോറോത്ത്, 19 ശ്രീമതി പ്രിയങ്ക CP. ആ വാർഡിൽ നിന്ന് ഒന്നാം വാർഡിൽ നിന്ന് ജയിച്ച ജനപ്രതിനിധി കൂടിയായിരുന്നു. 19-ാം വാർഡ് ജയിച്ചതാണ്. അതേ വാർഡിൽ തന്നെയാണ് വീണ്ടും ജനവിധി തേടുന്നത്. ഞങ്ങളുടെ വടകരയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി പ്രിയങ്ക CP. ബ്ലോക്ക് ഡിവിഷൻ കാൻഡിഡേറ്റ്സ് 4 ബ്ലോക്ക് ഡിവിഷനാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ആ ബ്ലോക്ക് ഡിവിഷനിലെ 2 കാൻഡിഡേറ്റ്സിനെ കൂടി പ്രഖ്യാപിക്കുകയാണ്. ബ്ലോക്ക് ഡിവിഷൻ ചോറോട് നിന്ന് ആദ്യത്തെ BJPയുടെ ആദ്യത്തെ അല്ലേ ഗോപാല മാഷി ശേഷം അല്ലേ രണ്ടാമത്തേത്, അതെ, ശ്രീ ശ്യാം രാജാണ് ചോറോട് ഡിവിഷനിൽ നിന്ന് നമ്മൾ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത്. അതുപോലെ മുട്ടുങ്ങൽ നിന്ന് ശ്രീ ശ്രീധരൻ CP,
ഈ 2 ബ്ലോക്ക് ഡിവിഷൻ കാൻഡിഡേറ്റ്സിനെ കൂടി ഞങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വീകരിക്കാം. അവരെ ഒന്ന് പേര് വായിച്ചാൽ. രണ്ടാം വാർഡ് നിതിൻ രാജ് NK. അഞ്ചാം വാർഡ് ദിവ്യ അജിത്. 13ാം വാർഡ് വിജീഷ് A. 14ാം വാർഡ് മിനീഷ്. 15ാം വാർഡ് ബിന്ദു പതേരി. 16ാം വാർഡ് വത്സലൻ K. 24ാം വാർഡ് പ്രശാന്തൻ NK. 27ാം വാർഡ് ബൈജു VK. 30ാം വാർഡ് സജിത മണലിൽ. 31 ശുഭപ്രഭ. 32 നിലേഷ് RK. 35 സിന്ധു PK. 26 സിജിൻ K. 37 രാഗി K. 38 ജിത്തിന PK. 40 ശ്രീജൻ. 43 48 നിതീഷ് TB. 20 അഖില K. ചോറോട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് ജീവൻ. വാർഡ് 12 ബിന്ദു. വാർഡ് 14 ദിൽഷ. വാർഡ് 15 അനഘ. വാർഡ് 16 ദിവ്യ. വാർഡ് 17 മനോജ് കോറോത്ത്. വാർഡ് 19 പ്രിയങ്ക സിംഗ്. ആദ്യത്തെ ബ്ലോക്ക് മെമ്പർ മുട്ടുങ്ങൽ CP ശ്രീധരൻ. ഇത്രയാണ് ഇപ്പം. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.